ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടുപോയ ചർച്ചകൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 288 പേർ ബില്ലിനെ അനുകൂലിച്ചു, 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. ഏതാണ്ട് രാത്രി 2:30 വരെ ഇന്നലെ ലോക്സഭ നീണ്ടുനിന്നു. അതിനുശേഷമാണ് ലോക്സഭ പിരിഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ബില്ല് കേന്ദ്ര മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു തുടങ്ങിയത്. പിന്നാലെ ഈ ബില്ലിന്മേലുള്ള ചർച്ചകളായിരുന്നു. 8 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിരുന്നതെങ്കിലും ആ ചർച്ച 12 മണിക്കൂറോളം നീണ്ടുപോയി. പിന്നീട് ഒരു 2 മണിക്കൂർ കൂടി അധികം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പിന്നീട് വോട്ടിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ മന്ത്രിയുടെ മറുപടി പ്രസംഗവും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഏതാണ്ട് 2 മണിയോടുകൂടി ഈ ബില്ല് ലോക്സഭ പാസാക്കി. വലിയ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ, കെ സി വേണുഗോപാൽ, ഇ ടി മുഹമ്മദ് ബഷീർ, കെ രാധാകൃഷ്ണൻ അടക്കം പ്രതിപക്ഷ എംപിമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം ഒടുവിൽ വോട്ടിലിട്ട് തള്ളുകയാണ് ഉണ്ടായത്. ശക്തമായിട്ടുള്ള വാഗ്വാദങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും പോയി. സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് അങ്ങനെ ഒരു വാഗ്വാദത്തിലേക്ക് അടക്കം സഭ നീങ്ങിയത്. ഒടുവിൽ 288 പേർ ഈ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്തു. പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണങ്ങളും അവരുടെ നിർദ്ദേശങ്ങളുമെല്ലാം വോട്ടിനിട്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ ബില്ല് ഒരു ചരിത്രം എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ എംപിമാർക്കും അദ്ദേഹം നന്ദിയും അറിയിച്ചു.